ചെക്കിലേക്ക് പോകുന്ന സമയത്താണോ ജർമ്മനിക്ക് പോകുന്ന സമയത്ത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പോളണ്ട് എയർപോർട്ട് വഴിക്ക് പോകുന്നുണ്ടായിരുന്നത്. ഏതൊരു എയർപോർട്ട് നമ്മൾ പുറപ്പെട്ട സമയം 6 മണിയായിരുന്നു. ഏതൊരു എയർപോർട്ടിൽ എത്തിയപ്പോൾ 5:30 ആയിട്ടുള്ളൂ. 1/2 മണിക്കൂർ നേരത്തെ നമ്മൾ കാരണം ടൈം സോണുകൾ കംപ്ലീറ്റ് തലതിരിഞ്ഞ് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിനെ ടൈം ഒന്നും നോക്കാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ സൂര്യനൊക്കെ നോക്കി ഏകദേശം വെളിച്ചുണ്ട് സൺഡേ ഡേ എന്നിട്ട് ഇറങ്ങായി. പിന്നെ അപ്പോൾ എയർപോർട്ടിലേക്ക് എത്തി. ലാറ്റ്വിയയിൽ നിന്ന് കയറി നമ്മൾ ബേസിക്കലി ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് എത്തി. ചെക്ക് റിപ്പബ്ലിക്ക് എത്തി. ഇപ്പം അവിടെ നമ്മൾ ആക്ച്വലി ചെക്കിനെ പറ്റിയിട്ട് ചെക്കോസ്ലോവാക്യ തകർന്ന് ഉണ്ടായിട്ടുള്ള രാജ്യങ്ങളുടെ പല കഷ്ണങ്ങൾ ചെയ്യുന്നത്. പക്ഷേ വളരെ പ്രൗഢ ഗംഭീരമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് ചെക്ക് നമുക്ക് തോന്നിയത്. ചെക്കിലേക്ക് എത്തി. എല്ലാവരും ഭയങ്കര ബിസിയാണ്. നമ്മൾ എത്തുന്നു. മറ്റ് രാജ്യങ്ങളിലൊക്കെ എല്ലാവരും കുറച്ചുകൂടി ഒരു എന്താ പറയുന്ന ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള പോലെ കണ്ടിരുന്നു. ചെക്കിലേക്ക് നമ്മൾ എത്തി. നമ്മൾ എടുത്തിട്ടുള്ള ഹോട്ടലിലേക്ക് നമ്മൾ എത്തി. ഈ പറഞ്ഞ പോലെ എയർബിഎൻബി പോലെ തന്നെയായിരുന്നു. നമ്മൾ കോഡ് അടിക്കുന്നു, റൂം കീ കിട്ടുന്നു, മറ്റേ ട്രഷർ ഹണ്ട് പോലെ നമുക്ക് കീ കിട്ടുന്നു. അതിനകത്ത് കയറുന്നു. അതിനകത്ത് ആരും ഇല്ല. നമ്മുടെ തന്നെ റൂം നമ്മൾ കയറുന്നു. നല്ല നമ്മുടെ റൂമിലേക്ക് എത്തിയ ശേഷം നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് നമ്മൾ വന്നിട്ടുള്ള ആ സ്ഥലം എന്ന് പറഞ്ഞെങ്കിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ തന്നെ എന്തോ ഒരു പ്രാഗ് എന്നുള്ള ക്യാപിറ്റലിൽ അതിന് തന്നെ എന്തൊരു മെയിൻ സ്ക്വയറിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ കുറേ സ്റ്റാച്യൂസ് മുളകിയുണ്ട്. സ്റ്റാച്യൂസ് ഒന്നും തുണികളില്ല. എല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാവരും നിൽക്കുന്നത്. പക്ഷെ ഒരാൾ മാത്രം നിൽക്കുമ്പോഴല്ലേ ഇത് മൊത്തം ബിൽഡിങ്ങുകളും എനിക്ക് ഇതൊക്കെ 200-250 വർഷം മുമ്പൊക്കെ ചെയ്തിട്ടുള്ള ബിൽഡിങ്ങുകളാവും തോന്നുന്നു എനിക്ക്. അപ്പോൾ അതിന്റെ മുകളിൽ എല്ലാ ബിൽഡിങ്ങിന്റെ മുകളിലും ഓരോരോ സ്റ്റാച്യൂകളുണ്ട്. അവിടുത്തെ രാജാക്കന്മാരോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷെ നല്ല ഭംഗിയുള്ള സ്കൾപ്ചേഴ്സ് ഒക്കെ സംഭവങ്ങളൊക്കെയാണ്. ഈ റോഡുകൾ മുഴുവനും ഈ കരിങ്കല്ല് ഭാഗിയിട്ടുള്ള അതൊരു ട്രഡീഷണൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈ വാല്യൂ ആയിട്ട് ആൾക്കാർ കാണണമെന്ന് തോന്നുന്നു. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാജ്യം. ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് ഉണ്ടായിരുന്ന അതെന്തൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് കുറെ യൂറോപ്പിൽ തന്നെ പല ടൂറിസ്റ്റുകളും വന്നിട്ടുള്ള സ്ഥലങ്ങളതാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. എനിക്കൊന്ന് റഷ്യയുടെ ഒക്കെ ഒരു അണ്ടറിലുണ്ടായിരുന്ന രാജ്യമാണെന്ന് തോന്നുന്നുണ്ട് ഈ ചെക്ക് റിപ്പബ്ലിക്. അപ്പോൾ റഷ്യൻ ഇൻഫ്ലുവൻസും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു KGB റഷ്യയുടെ ഒരു സൈന്യമാണെന്ന് തോന്നുന്നു. അവർ ഈ ചെക്കിലത്തെ കുറേ ആൾക്കാരൊക്കെ വെടിവെച്ച് തോന്നിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് അവിടെ. ആ സ്ട്രീറ്റിൽ നമ്മൾ നോക്കുമ്പം പറയുന്നുണ്ട് ഈ ഒരാൾ വെടിവെച്ച് കൊന്നതിന് ശേഷം വിത്തിൻ 2 hours 3 hours 80,000 ആൾക്കാരോട് അടിച്ചു കൂടി എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ 80,000 എന്ന് പറഞ്ഞെങ്കിൽ വെറുതെ വിളിച്ച് 80,000 ആൾക്കാർ വരും. പക്ഷെ ആ രാജ്യത്ത് 80,000 ആൾക്കാർ എന്ന് പറഞ്ഞെങ്കിൽ ജനസംഖ്യയുടെ പകുതിയോളം ആൾക്കാരായിരിക്കും മിക്കവാറും. അപ്പോൾ അത് വലിയൊരു സംഭവമായിട്ട് കണക്കാക്കുന്നുണ്ട്. ആ ഒരു ഓർമ്മയ്ക്കായിട്ട് തോന്നുന്നു അവിടേക്ക് പല ആൾക്കാരും വരുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ബിസി ആയിട്ടുള്ള സ്ട്രീറ്റാണ് എനിക്ക് തോന്നി. അപ്പം പിന്നെ ആൾക്കാരൊക്കെ അറിയാമല്ലോ, ഈ നല്ല തണുപ്പാണെങ്കിൽ കൂടി ആണുങ്ങൾക്ക് ഡ്രസ്സിന്റെ നീളം കൂടുതലും പെണ്ണുങ്ങൾക്ക് ഡ്രസ്സിന്റെ നീളം വളരെ കുറവാണ്. ഇവർ തണുപ്പത്ത് ഇങ്ങനെ സഹിച്ച് നടക്കും. നമുക്കിത് ഗ്ലൗസും ഇതിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവർ വളരെ കൂളായിട്ട് അല്പവസ്ത്രധാരികളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതൊരു വഴിക്ക് നടക്കുന്നു. ഈ പറഞ്ഞ പോലെ ഡ്രഗ്സ് അല്ലെങ്കിൽ മദ്യം ഇതൊന്നും ഒരു തെറ്റായിട്ട് കണക്കാക്കാത്ത രാജ്യം എനിക്ക് തോന്നി. കാരണം ഏത് ചെറിയ ചായക്കടയിലും ഈ സാധനങ്ങൾ ഓപ്പണായിട്ട് വിൽക്കുന്നുണ്ട്. ഇതൊന്നും ഒരു രഹസ്യമായിട്ട് വിൽക്കുന്നതല്ല. ഇപ്പോൾ കഞ്ചാവാണെങ്കിലും അല്ലെങ്കിൽ മദ്യമാണെന്നുണ്ടെങ്കിലും ഇതൊന്നും മദ്യ ഷോപ്പുകളിലല്ല വിൽക്കുന്നത്. ഇതൊക്കെ നമ്മൾ സാധാരണ ഗ്രോസറികളില്ലേ, ഗ്രോസറികൾ ഇതൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് മേടിക്കാം. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് വരാം, വലിയ ആൾക്കാർക്ക് മേടിക്കാം. ഇതിലൊന്നും യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ല. ഇത് മാത്രമല്ല, അവിടെ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളില്ലേ, ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ബിസ്ക്കറ്റിന്റെ മുകളിൽ ഒരു ഇലയുടെ പടം വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം ഇതിൽ കഞ്ചാവ് മിക്സ് ചെയ്തിട്ടുള്ള ബിസ്ക്കറ്റാണ്, അത് ആവശ്യക്കാർ കഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അറിയാതെ പോലും അതിന് പാക്കറ്റ് എടുക്കാൻ പാടില്ല. ഈ ഇല നോക്കിയിട്ട് എടുക്കണം. ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയും ഫ്രീഡമായിട്ട് കൊടുക്കുന്ന രാജ്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ യൂറോപ്പിൽ കണ്ടിട്ടുള്ളതിൽ ചെക്കിനെ പോലെ അത്രയും സ്വാതന്ത്ര്യം കൊടുക്കുന്ന രാജ്യങ്ങളും കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നില്ല അവിടുത്തെ ഇമിഗ്രേഷൻ ഭയങ്കര സ്ട്രോങ് ആണ്. ഇല്ലീഗലായിട്ടുള്ള ആൾക്കാർ ആരും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. വളരെ ഹാപ്പിയാണ്. ഒരു ഈ പറഞ്ഞ പോലെ ഫുൾ ഫോറിനേഴ്സ്, അതായത് എനിക്ക് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരും ഇല്ല, ഏഷ്യൻസും ഇല്ല. എനിക്കുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 100%. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ വിട്ട അപർണ എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് മാത്രം മലയാളമായിട്ട് അപർണ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ അപർണയ്ക്കുണ്ടെങ്കിൽ ഈ പ്രാഗിൽ നിന്ന് 4 മണിക്കൂർ ദൂരെയാണ് കുട്ടിയുള്ളത്. അപ്പോൾ നമ്മളുടെ ടൈമിംഗ് പ്രശ്നമാണ്. നമ്മൾ എപ്പോഴാണ് ഇവിടെ എത്തുന്നത്, എപ്പോഴാണ് പോകുന്നതെന്ന് നമുക്കും ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്തില്ല, കുട്ടിയുടെ അടുത്ത് വരണമെന്ന് പറഞ്ഞില്ല. കുട്ടി വേണമെങ്കിൽ എത്താന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി വേണ്ട, കാരണം ഇനി മിസ്സായി കഴിഞ്ഞാൽ 4 മണിക്കൂർ യാത്ര ചെയ്തിട്ട് വരുമ്പോൾ ഞങ്ങൾ മിക്കവാറും ചെക്കിൽ നിന്ന് ജർമ്മനിക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ എത്തി. റിലേറ്റീവ്ലി ചെക്ക് റിപ്പബ്ലിക്ക് നമുക്ക് റിലാക്സ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. അവിടെ ഈ പറയുന്ന നല്ല റെസ്റ്റോറൻറ്റുകൾ, നമുക്ക് ഈ പറഞ്ഞ പോലെ കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ലൈക്ക് നമുക്ക് പെപ്സി അല്ലെങ്കിൽ കുറേ ടൈപ്പ് ഓഫ് ബിവറേജസ് നമുക്ക് കിട്ടുന്ന ഒരു ഓപ്ഷൻസ് അതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ടുള്ള സ്പാസ്, മസാജസ്, ഇതിൻ്റെയും കുറേ ഏരിയാസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ അതൊക്കെ പോയി നമുക്ക് റിലാക്സ് ചെയ്തു. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറേ ദിവസം നടന്നിട്ടുള്ള ടയർഡ്നെസ് ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റിയതും സംഭവങ്ങളൊക്കെ ഇങ്ങനത്തെ ഒന്ന് ഇതിലൊക്കെ പോയപ്പോഴാണ്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര സൂതിങ് ആയിട്ടുള്ള ദിവസമായിട്ട് ചെക്ക് റിപ്പബ്ലിക്ക് തോന്നി. ചെക്ക് റിപ്പബ്ലിക്ക് നമ്മൾ പിന്നെ കിടന്ന് എഗെയിൻ നമ്മൾ ഈ
റൂമിലേക്ക് ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തിട്ടുള്ള ചെക്കിൽ മാത്രമാണ്. ബാക്കി സ്ഥലങ്ങളിലൊന്നും നമുക്ക് കിടക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മൾ ഉച്ചയ്ക്ക് കിടന്ന് റെസ്റ്റ് എടുത്ത് നമുക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒക്കെ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ ചെക്കിൽ ഉണ്ടായിരുന്നുള്ളൂ. കാരണം വെച്ചാൽ പ്രാഗിൻ്റെ ഉള്ളിൽ അത് യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് വീണ്ടും 4 മണിക്കൂർ യാത്ര ചെയ്ത് പോയി കണ്ടാൽ നമ്മുടെ സമയം മുഴുവൻ തെറ്റുന്നത് കൊണ്ട് നമ്മൾ എവിടേക്കും പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് റെസ്റ്റ് ഡേ ആയിട്ട് നമ്മൾ കണക്കാക്കി ചെക്ക് വെച്ചു. അതെ. വീണ്ടും നെക്സ്റ്റ് പുലർച്ചെ 6 മണിക്ക് അടുത്ത ഫ്ലൈറ്റ് ആണ്. അപ്പോൾ വീണ്ടും 2 മണിക്ക് എണീക്കണം. 2 മണിക്ക് എണീറ്റിട്ട് നമുക്ക് പിന്നെ പോകാനുള്ളത് ജർമ്മനിക്കാണ് പോകാനുള്ളത്.